ഇറാനെ ആക്രമിച്ചതിന് പിന്നാലെ സിറിയയ്ക്കെതിരെയും ഇസ്രായേൽ ആക്രമണം നടത്തി. തെക്കൻ സിറിയയിലെ ഡ്രൂസ് വിഭാഗത്തിന് നേരെ സിറിയ ആക്രമണം നടത്തിയെന്നാരോപിച്ചായിരുന്നു ഇസ്രായേലിൻ്റെ സൈനിക നടപടി. സിറിയയിലെ സൈനിക ആസ്ഥാനത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ സൈനിക ആസ്ഥാനത്ത് വലിയ നാശനഷ്ടങ്ങളും ഉണ്ടായി. 14 വർഷം നീണ്ട ബഷർ അൽ അസദ് ഭരണം അട്ടിമറിച്ചാണ് സിറിയയിലെ വിമതർ ഭരണം പിടിച്ചത്. പുതിയ സർക്കാരിൻ്റെ ഭരണത്തിനെതിരെ ചില വിഭാഗങ്ങൾക്ക് എതിർപ്പുണ്ട്. തെക്കൻ സിറിയയിലെ മതന്യൂനപക്ഷമായ ഡ്രൂസും ഭരണത്തിനെതിരെ പ്രതിഷേധമുള്ളവരാണ്. ശ്വേത പ്രദേശത്ത് സിറിയൻ സൈന്യവും ഡ്രൂസ് വിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. സംഘർഷത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ഡ്രൂസ് വിഭാഗത്തെ സംരക്ഷിക്കാനെന്ന് അവകാശപ്പെട്ടാണ് ഇസ്രായേൽ സിറിയയുടെ സൈനിക ആസ്ഥാനത്തിന് നേരെ ആക്രമണം നടത്തിയത്. ആക്രമണത്തിന് പിന്നാലെ സിറിയയിൽ ഇനിയും കനത്ത ആക്രമണം നടത്തുമെന്ന് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. സിറിയൻ പ്രസിഡന്റ് അൽ ഷാറ യുദ്ധത്തിന് തയ്യാറാണെന്നും പിന്നാലെ പ്രഖ്യാപിച്ചു. ഒരുക്കങ്ങളുമായി സിറിയൻ സൈന്യം മുന്നോട്ട് പോവുകയാണെന്ന റിപ്പോർട്ടുകളും വന്നു. എന്നാൽ ദിവസങ്ങളോളം നീണ്ട പോരാട്ടത്തിന് ശേഷം സിറിയൻ സൈന്യം അക്രമബാധിതമായ ശ്വേത പ്രവിശ്യയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറി. ഡ്രൂസ് സിറിയയുടെ അവിഭാജ്യ ഘടകമാണെന്നും ഇസ്രായേലിൻ്റെ നടപടികൾ ഭിന്നത വിതയ്ക്കുന്നതുമാണെന്നാണ് അൽ ഷാറ പറഞ്ഞത്. പിന്നാലെയായിരുന്നു സൈനികരെ മേഖലയിൽ നിന്ന് പിൻവലിച്ചത്. ശ്വേതയിൽ നിന്ന് മാത്രമല്ല, മേഖലയിൽ നിന്ന് പൂർണ്ണമായും സിറിയൻ സൈന്യം പിൻവാങ്ങിയതായി റിപ്പോർട്ടുകൾ വന്നു. സിറിയൻ സൈന്യത്തിന് പകരമായി ഡ്രൂസ് പോരാളികളെ ശ്വേതയിൽ വിന്യസിച്ചെന്നും സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് അറിയിച്ചു. ശ്വേതയുടെ സുരക്ഷാ ചുമതല മതമേധാവികൾക്കും പ്രാദേശിക സംഘങ്ങൾക്കും കൈമാറുമെന്ന് അൽ ഷാറ പ്രഖ്യാപിച്ചു. അതേസമയം മധ്യ ഡമാസ്കസിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളെ ഡ്രൂസ് മതനേതാവ് ഷെയ്ഖ് യൂസഫ് ജാർബോ വിമർശിക്കുകയും ചെയ്തു. ശ്വേതയിൽ ജൂലൈ 15-നാണ് സിറിയൻ സൈനികരെ വിന്യസിച്ചത്. ഡ്രൂസ് പോരാളികളും സുന്നി ബെഡൂയിൻ ഗോത്രങ്ങളും തമ്മിലുള്ള ദിവസങ്ങൾ നീണ്ട ഏറ്റുമുട്ടലുകൾ ജൂൺ 15-നാണ് വെടിനിർത്തലിൽ അവസാനിച്ചത്. സിറിയൻ സൈന്യം സുന്നി ബെഡൂയിൻ ഗോത്രങ്ങളുമായി ചേർന്ന് ഡ്രൂസിനെ ആക്രമിച്ചെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തുടർന്നാണ് ഡ്രൂസിൻ്റെ രക്ഷയ്ക്കെന്ന് പറഞ്ഞ് ദമാസ്കസിലെ പ്രതിരോധ ആസ്ഥാനം ഇസ്രായേൽ ആക്രമിച്ചത്. എന്നാൽ ആക്രമണത്തെ വിമർശിച്ച് ഡ്രൂസ് മതമേധാവി രംഗത്തു വന്നത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയായി. സിറിയയിലെ പ്രശ്നങ്ങളിൽ ഇസ്രായേൽ ഇടപെടേണ്ടതില്ലെന്നും സിറിയയിൽ പരിഹരിക്കുമെന്ന സന്ദേശമാണ് ഡ്രൂസ് മതനേതാവ് നൽകിയത്. ഒപ്പം സിറിയൻ സൈന്യത്തെ സംഘർഷ മേഖലയിൽ നിന്ന് പിൻവലിക്കുക കൂടി ചെയ്തതോടെ ഇസ്രായേലിന് തികച്ചും ഉത്തരം മുട്ടി. അതിനിടെ അതിർത്തിയിൽ ഇസ്രായേൽ സൈന്യത്തിൻ്റെ നിയന്ത്രണം നഷ്ടമാകുന്നതായും റിപ്പോർട്ടുകൾ വരുന്നു. സംഘർഷത്തിനിടെ ജനം ഇസ്രായേലി സൈന്യത്തെ വെല്ലുവിളിച്ച് അതിർത്തിയിൽ അതിക്രമിച്ച് കടക്കാൻ ശ്രമം നടത്തുകയാണ്. സംഘർഷം നിയന്ത്രിക്കാൻ ഇസ്രായേൽ സൈന്യം ബുദ്ധിമുട്ടുകയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഡ്രൂസ് വിഭാഗം ഇസ്രായേൽ സിറിയ അതിർത്തിയിൽ സൈന്യത്തിനെതിരെ ആക്രമണം നടത്തുകയാണെന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നു. അക്രമാസക്തരായ ഡ്രൂസ് വിഭാഗത്തെ നിയന്ത്രിക്കാനായി IDFും ബോർഡർ പോലീസ് ഓഫീസർമാരെ ശ്രമിക്കുകയാണ്. ശ്വേതയിലെ സംഘർഷത്തിൽ പങ്കുചേരാൻ സിറിയയിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ് ഡ്രൂസ് വിഭാഗക്കാർ. അതേസമയം സിറിയയിൽ പ്രവേശിച്ചവരെ തിരികെ എത്തിക്കാനുള്ള ശ്രമവും IDF നടത്തുന്നുണ്ട്. സിറിയയിലെ ശ്വേതയിൽ 9040-ലധികം പേർ കൊല്ലപ്പെട്ട ഡ്രൂസ് അറബ് ഏറ്റുമുട്ടലുകൾക്കിടയിലാണ് പുതിയ സംഘർഷം. സിറിയയും ഇസ്രായേലും തമ്മിൽ US മധ്യസ്ഥതയിൽ സമാധാന കരാറിലെത്തിയതിനെ തുടർന്ന് സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറ അടിയന്തര വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. ഇസ്രായേൽ സിറിയക്കാരെ വിഭജിക്കുകയും രാജ്യത്തെ യുദ്ധക്കളമാക്കി മാറ്റുകയും ചെയ്തുവെന്നാണ് അൽ ഷാറ ആരോപിച്ചത്.